എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രനകത്ത് കയറി പോയതിന് ശേഷം ഗോവർദ്ധൻ ആ പുറത്തോട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കാണാൻ. ഇങ്ങനെ ചുറ്റി നടന്ന് കാണുവാണ്. അന്നേരമാണ് ഒരു കുളം കണ്ടത്. കുളത്തിൻ്റെ അടുത്തോട്ട് വരുമ്പം അവിടെ ആൻ്റപ്പച്ചേട്ടൻ നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റാൻലിയുടെ കാര്യസ്ഥൻ്റെ പേര് ആൻ്റപ്പൻ എന്നാണ്. അദ്ദേഹം അവിടെ നിൽപ്പുണ്ട്. അന്നേരം എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിക്കുമ്പം അത് ഈ തോട്ടത്തിലൊക്കെ നനയ്ക്കണം, അതിന് മോട്ടർ ഇടാൻ വേണ്ടി വന്നതാണ്. തോട്ടം നനയ്ക്കുന്നത് ഈ കുളത്തിൽ നിന്നാണ്. വീട്ടിലെ ആവശ്യങ്ങൾക്ക് കിണറും ഉണ്ട് എന്ന് പറയുന്നു. അന്നേരം പട്ടിയൊക്കെ എന്തി അതിനൊക്കെ പൂട്ടിയിട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ 5-6 ഉള്ളൂ. ഇതിനു മുമ്പ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ്. കുറേ എണ്ണത്തിനൊക്കെ വിറ്റ് ഒഴിവാക്കുകയാണ് ചെയ്തത് എന്ന് പറയും. അന്നേരം അതിനെങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം മനുഷ്യന്മാർ കഴിക്കുന്ന നല്ല ഫുഡ് മാത്രമേ അതുങ്ങൾക്ക് കൊടുക്കാറുള്ളൂ. വേസ്റ്റൊന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ കേണസ്ഥാപനം ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് എല്ലാം നല്ല ഫുഡ് കൊടുക്കും. അതിനെ ട്രെയിൻ ചെയ്യിക്കുന്നതൊക്കെ ഈ ആൻ്റപ്പന. അപ്പം മൊത്തത്തിൽ അവിടുത്തെ ഒരു ഓൾ ഇൻ ഓളാണ് ആൻ്റപ്പൻ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും ഗോവർദ്ധൻ്റെ ഫോണിലേക്ക് സുലോചന വിളിക്കും. അന്നേരം എൻ്റെ ഭാര്യയാണ് എന്ന് പറയുമ്പോൾ സ്വന്തം ഭാര്യയാണ്, തനിക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞൊരു തമാശയൊക്കെ പറഞ്ഞ് ആൻ്റപ്പൻ അങ്ങോട്ട് പോകുന്നുണ്ട്. പോയി കഴിയുമ്പം ഗോവർദ്ധൻ ഫോൺ എടുക്കുന്നു. അന്നേരം സുലോചന ചോദിക്കുന്നുണ്ട്, എത്ര ദിവസമായി ഇവിടുന്ന് പോയിട്ട്, ഇന്നെങ്കിലും തിരിച്ചു വരുമോ എന്ന്. അന്നേരം അതറിയത്തില്ല, ഞങ്ങളൊരാളെ കാണാൻ വേണ്ടി വന്നതാണ്. ബാലേട്ടൻ അകത്ത് കയറി അയാളെ കണ്ടുകൊണ്ടിരിക്കുവാണ്, ഞാൻ പുറത്ത് നിൽപ്പുണ്ട് എന്ന് പറയും. അന്നേരം നിങ്ങൾ പോയ കാര്യങ്ങളൊക്കെ നടന്നോ, എവിടെയാ സ്ഥലം എന്ന് ചോദിക്കുമ്പം ഇതുപോലെ പുനലൂരാണ് എന്ന് പറയും. അന്നേരം ചോദിക്കുന്നുണ്ട് ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നൊക്കെ. അന്നേരം പോയ കാര്യങ്ങളെല്ലാം പറയുന്നു. അന്നേരം ഇന്നെങ്കിലും തിരിച്ചു വരുമോ, നാളെ മോൾക്ക് സ്കൂളിൽ പോകേണ്ട ദിവസമാണ്, ഇളയവൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകല്ലേ, നിങ്ങളിവിടെ കാണുമോ എന്നൊക്കെ ചോദിക്കുമ്പം നോക്കട്ടെ, ബാലേട്ടൻ ഇറങ്ങി വരുമ്പം ചോദിക്കാം, എന്നിട്ട് മാക്സിമം വരാൻ നോക്കാം എന്നൊക്കെ പറയുമ്പം മാക്സിമം നോക്കണം കേട്ടോ എന്നൊക്കെ ഒന്നുകൂടെ എടുത്ത് പറയും. എന്നിട്ട് സുലോചന ചോദിക്കുന്നുണ്ട് ബാലേട്ടൻ ഓക്കെ ആണോ എന്ന്. അന്നേരം കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളില്ലാതെ പോവുകയാണ് എന്ന് പറയും. എന്നിട്ട് ഫോം വയ്ക്കുവാണ്. പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലിയും ബാലേന്ദ്രനെയും തന്നെയാണ്. സ്റ്റാൻലി ബാലേന്ദ്രൻ വൈജയന്തിയുടെ ഭർത്താവാണ് എന്നറിഞ്ഞ ആ ഷോക്കിലാണ്. അതുകൊണ്ട് തന്നെ കുറേ നേരത്തേക്ക് ഇങ്ങനെ സൈലൻ്റാണ്. കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നതിന് ശേഷം ഇങ്ങനെ ബാലേന്ദ്രനോട് പറയുവാണ്, സോറി ബാലേന്ദ്ര എന്ന്. അന്നേരം എന്നോട് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല, വൈജയന്തി എൻ്റെ ഭാര്യയായത് നിങ്ങൾ കാരണമല്ലല്ലോ, അതെൻ്റെ മാത്രം കുഴപ്പമാണ്. അതുകൊണ്ട് അങ്ങനെ എന്നോട് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. അന്നേരം പിന്നെയും സ്റ്റാൻലി പറയുന്നുണ്ട്, ഒരിക്കലും ഞാനിതറിയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാൻ പാടില്ലായിരുന്നു. കണ്ടുമുട്ടിയാൽ തന്നെ ഇതൊന്നും എന്നോട് നിങ്ങൾ പറയരുതായിരുന്നു. ഇത് അറിഞ്ഞതിന് ശേഷം എനിക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി ഒരിക്കലും കാണാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, എന്നോട് നിങ്ങൾ സഹതാപം കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കാണിക്കുന്നതാണ് എൻ്റെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, 23 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലേ, അതെല്ലാം കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇനി ഇതിന് ഈ പറയുന്നതിനൊന്നും പ്രസക്തിയില്ല. അതുകൊണ്ട് നമുക്കിവിടെ നിർത്താം എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളും വൈജയന്തിയും തമ്മിൽ 23 വർഷം മുമ്പുണ്ടായ ബന്ധം നിങ്ങളെ അറിയിക്കേണ്ട കാര്യവും അവളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം നിങ്ങളെ അറിയിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതിനു വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പം സ്റ്റാൻലിയുടെ സ്വരത്തിന് ഇത്തിരി കടുപ്പം വരും. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഇതെല്ലാം എന്നെ അറിയിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്തായിരുന്നു എന്ന് ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളും വൈജയന്തിയും തമ്മിലുള്ള ബന്ധം മാത്രമേ അറ്റുപോയിട്ടുള്ളൂ. അതിൽ നിങ്ങൾക്കുണ്ടായൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന്. അന്നേരം ഇങ്ങനെ ഞെട്ടലോടെ സ്റ്റാൻലി ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ തുറിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാലോ, നിങ്ങളും വൈജയന്തിയും തമ്മിൽ പിരിയുന്ന സമയത്ത് അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു എന്ന്. അന്ന് ജനിച്ച കുഞ്ഞ് ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുമ്പം സ്റ്റാൻലിക്ക് ഒത്തിരി ഒന്ന് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടേ. അതിനുശേഷം ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അന്ന് ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരും മരിച്ചു പോയിട്ടൊന്നുമില്ല. അന്ന് ജീവിച്ചിരുന്ന പലരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ 23 വർഷം നിങ്ങളുടെ മകളും വളർന്ന് വലുതായത് എന്ന് പറയുവാണ്. അന്നേരം ഇങ്ങനെ കുറേ നേരം ആലോചിച്ചിരിക്കും. എന്നിട്ട് പറയുവാണ്, അവൾ ജീവിച്ചിരിക്കുന്നുണ്ടാവാം, അവളെ വളർത്തിയത് ചിലപ്പം വൈജയന്തിയാകാം, അല്ലെങ്കിൽ വൈജയന്തിയുടെ സഹോദരന്മാരാകാം. ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, അങ്ങനെ പറഞ്ഞൊഴിയാൻ പറ്റില്ല സ്റ്റാൻലി, നിങ്ങളെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. നിങ്ങളുടെ മകൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വൈജയന്തിക്കോ വൈജയന്തിയുടെ വീട്ടുകാർക്കോ അറിയത്തില്ലായിരുന്നു. ഞാൻ പോലും ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്, നിങ്ങളും വൈജയന്തിയും തമ്മിലുള്ള ബന്ധം സഹിതം പലതും ഞാൻ അറിയുന്നത് 3 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് പറയും. അന്നേരം സ്റ്റാൻലി ചോദിക്കും, അപ്പോൾ അവൾ എങ്ങനെയാണ് വളർന്നത് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്,
അവൾ ഈ കഴിഞ്ഞ 23 വർഷം ജീവിച്ചത് ഒരു അനാഥയായിട്ടാണ്, ഒരു അനാഥാലയത്തിലാണ് അവൾ വളർന്നത്. പിന്നെ അവൾ എൻ്റെ വീട്ടിലേക്ക് വന്നത് എൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിട്ടാണ്. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയന്തിയുടെ അമ്മയെ നോക്കാനുള്ള ഹോം നേഴ്സായിട്ടാണ് അവൾ എൻ്റെ വീട്ടിലോട്ട് വന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്തിരി വിഷമമൊക്കെ വരുന്നുണ്ട് സ്റ്റാൻലിയുടെ മുഖത്ത്. സ്റ്റാൻലി ഇങ്ങനെ തുറിച്ചു നോക്കി ഇങ്ങനെ നിൽക്കുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നത് ഇതൊന്നും നിങ്ങളെ ബോധിപ്പിക്കാനൊന്നുമല്ല. അവൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ വീട്ടിൽ നിന്ന് പോകും, അതും കൂടി അറിയിക്കാനാണ് എന്ന് പറയുമ്പോൾ സ്റ്റാൻലി ചോദിക്കും, അവൾ എങ്ങോട്ടാണ് പോകുന്നത്, ആ അനാഥാലയത്തിലേക്ക് തന്നെയാണോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ അനാഥാലയം ഇപ്പോൾ നിലവിലില്ല, അതുകൊണ്ട് തന്നെ ഇനി അവൾ എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും. അന്നേരം സ്റ്റാൻലി ഇങ്ങനെ കുറേ നേരം എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കുവാണ്, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവളെ സ്വന്തം മകളായി കണ്ട് അവളെ കൂട്ടിക്കൊണ്ട് വന്ന് കൂടെ താമസിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന്. ആ ഒരൊറ്റ ചോദ്യം കേൾക്കുന്ന സ്റ്റാൻലി ആകെ തളർന്നു പോകും. ഇങ്ങനെ കുറേ നേരം ആലോചിച്ച് നിന്നിട്ട് പയ്യെ സോഫയിലേക്ക് പോയി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുക കേട്ടോ. ഈ സമയം നമ്മുടെ ഗോവർദ്ധൻ വീടിൻ്റെ പുറത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട്. ആ വാതിലിലൊന്ന് മുട്ടണം, അകത്ത് എന്താ സംഭവം എന്ന് നോക്കണം എന്നൊക്കെ ഉണ്ട്. ഒന്ന് വന്ന് വാതിൽ മുട്ടണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പിന്നെ ഇറങ്ങിപ്പോരും. അങ്ങനെ കറങ്ങി നിൽക്കുമ്പോഴാണ് ആൻ്റപ്പച്ചേട്ടനെ കാണുന്നത്. അന്നേരം ഓടി ചെല്ലും, ആൻ്റപ്പച്ചേട്ടാ എനിക്കൊരു സഹായം ചെയ്യാവോ എന്ന് ചോദിച്ച്. അന്നേരം എന്ത് പറ്റി, ജിമ്മിയും ടോമിയും ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് വന്നോ എന്ന് ചോദിക്കുമ്പോൾ, അവന്മാർ വന്നൊന്നുമില്ല, ഈ അകത്തേക്ക് പോയ ആളെ, എൻ്റെ കൂടെ വന്ന ഒരാൾ അകത്തേക്ക് പോയല്ലോ, അയാളെ കണ്ടില്ല, എന്തെടുക്കുവാന്ന് ചോദിക്കും. അന്നേരം പറയും, ആ ആൾ ഞങ്ങളുടെ കേണൽ സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ, ഇത്രയും നേരം സംസാരിക്കണോ, ഇതെന്ത് സംസാരമാണ്, എത്ര നേരമായി വന്നിട്ട്, ഇനിയും താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരിച്ചുപോക്ക് നടക്കുകയില്ല, 2-3 ദിവസമായിട്ട് യാത്രയാണ്, ഇനി ഒന്ന് ഉറങ്ങിയില്ലേ, ഡ്രൈവ് ചെയ്യാൻ പോലും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, അതിനെന്താ കുഴപ്പം, താമസിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റൂം എടുത്ത് ഹോട്ടലിൽ കിടന്നാൽ പോരെയെന്ന് ചോദിക്കുവാണ്. അന്നേരം അതല്ല, നീ കുറച്ച് ദിവസം ആയില്ലേ, അതുകൊണ്ട് ഇനിയും താമസം ഉണ്ടാവുമോ എന്നൊന്ന് അറിയണം, അതൊന്ന് അകത്ത് പോയി ചോദിക്കാവോ എന്ന് ചോദിക്കും. അന്നേരം താൻ എന്നെ കൊലയ്ക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു ഛേദവും ഇല്ലാത്ത കാര്യമല്ലേ എന്ന് ചോദിക്കും. അന്നേരം നല്ല ഛേദമുള്ള കാര്യമാണ്, കേണൽ സാബ് സംസാരിക്കുന്നതിന് ഇടയ്ക്കേക്ക് കയറി ചെല്ലാനോ, അതൊന്നും നടക്കുകയില്ല എന്ന് പറയുമ്പോൾ, ഒന്ന് ചോദിക്കുക, അല്ലാതെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്, ഇനി താമസിക്കും എന്നാണെങ്കിൽ അതനുസരിച്ച് എനിക്കൊന്ന് പ്ലാൻ ചെയ്യണമെന്ന് പറയും. അന്നേരം ഉറപ്പൊന്നുമില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആൻ്റപ്പൻ അങ്ങോട്ട് പോവാണ്. ഏതായാലും പിന്നെയും സ്റ്റാൻലിയും ബാലേന്ദ്രനെയും കാണിക്കുന്നുണ്ട്. സ്റ്റാൻലി ആകെ കൺഫ്യൂഷനിലായി, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക. കുറേ നേരം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇതൊന്നും നിങ്ങളെ കൊണ്ട് പെട്ടെന്ന് പറ്റുന്ന കാര്യമല്ല എന്നെനിക്കറിയാം, അതുകൊണ്ട് പയ്യെ പറഞ്ഞാൽ മതി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീയിൽ ഒരു കുഞ്ഞുണ്ടായി, അവളാണ് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ബന്ധുക്കളുടെ മുന്നിലേക്കൊക്കെ കൊണ്ടു നിർത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് എനിക്കറിയാം. നിങ്ങളുടെ ബന്ധുക്കളുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ നിങ്ങൾ ഒരു മാന്യനായിട്ട് ജീവിക്കുന്നതിനിടയ്ക്ക് ഇതുപോലൊരു സംഭവം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നും അങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നും ഒക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവനാണ് ഞാൻ, അതുകൊണ്ട് അതിൻ്റെ ആഴം എനിക്കറിയാം എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകളുടെ പേര് അലീന എന്നാണ്, അവൾ കഴിഞ്ഞ് 23 വർഷം ജീവിച്ചത് ഒരു അനാഥയായിട്ടാണ്, ഇനിയും അവൾ അങ്ങനെ തന്നെ ജീവിക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളോട് പറഞ്ഞായിരുന്നു പട്ടിയെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച്, ആ പെൺകുട്ടിയാണ് നിങ്ങളുടെ മകൾ, അവളുടെ പേര് അലീന എന്നാണെന്നും ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് ആകെ വിഷമമാകുന്നുണ്ട്. അന്നേരം കുറച്ച് നേരം ആലോചിച്ചിട്ട് സ്റ്റാൻലി ചോദിക്കുവാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അവളുടെ ജീവിതം സെക്യൂറാക്കാൻ വേണ്ടി, അവളുടെ ജീവിതം ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഞാൻ അവൾക്ക് കുറേ പണം കൊടുക്കാം, ബാങ്ക് ഡെപ്പോസിറ്റ് കൊടുക്കാം, അതുകൂടാതെ ഒരു വീട് മേടിച്ചു കൊടുക്കാം, പിന്നെ വേണമെങ്കിൽ ഒരു ജോലിയും സംഘടിപ്പിച്ചു കൊടുക്കാം, അതുപോരെ എന്ന് ചോദിക്കുക. അന്നേരം ബാലേന്ദ്രൻ പറയും, അതുപോരാ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, അവൾക്ക് അങ്ങനെ ഒരു ജീവിതമല്ല ഇനി മുന്നോട്ട് പോകേണ്ടത്, അത് അവളും ചിലപ്പം സ്വീകരിച്ചെന്ന് വരികയില്ല, അധ്വാനിച്ച് സ്വന്തമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണ് അലീന, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മകളായി അംഗീകരിച്ച് കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാമെങ്കിൽ മാത്രം നിങ്ങൾ ഇത് അംഗീകരിച്ചാൽ മതി എന്ന് പറയുവാണ്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, അതൊരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത്ര ഈസിയായ കാര്യമല്ല എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, അതെ, അത് അത്ര ഈസിയായ കാര്യമല്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. അവളെ എൻ്റെ മകളല്ലാഞ്ഞിട്ട് കൂടി ഞാൻ എൻ്റെ മകളുടെ സ്ഥാനത്താണ് നിർത്തിയേക്കുന്നത്, അവൾ ഇപ്പോഴും എന്നെ വിളിക്കുന്നത് അച്ഛ എന്നാണ്, എൻ്റെ മക്കളോടൊപ്പം നിന്ന് അവളും എന്നെ അച്ഛ എന്നാണ് വിളിക്കുന്നത്, അവൾക്ക് ഞാൻ എൻ്റെ മകളുടെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അവളുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഞാൻ അവൾക്ക് കൊടുക്കുന്ന ജീവിതത്തിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ജീവിതം അവൾക്ക് കൊടുക്കാമെങ്കിൽ മാത്രം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി, അതിനപ്പുറം ഒന്നും ഞാൻ അനുവദിക്കില്ല
അനുവദിച്ച് തരികയില്ല. ഇനിയിപ്പം അലീനെ സമ്മതിച്ചാൽ പോലും ഞാൻ സമ്മതിക്കത്തില്ല. അവളുടെ ജീവിതം ഇനി ഒരിക്കലും ഒരു വിഷമം ഉണ്ടാകാത്ത രീതിയിലാവണം. അത് അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. ഞാൻ എന്ന അച്ഛനേക്കാൾ കരുതലോടുകൂടി അവളെ നോക്കാമെങ്കിൽ മാത്രം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നും ഉണ്ടാകണം. വഴി കളയാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ സ്റ്റാൻലി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. എന്നിട്ട് കുറച്ച് നേരോട് ആലോചിച്ചിട്ട് പറയും, എനിക്ക് ഇത് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു കാര്യത്തിൽ, അതുകൊണ്ട് എനിക്കൊന്ന് ആലോചിക്കണമെന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, അതെനിക്കറിയാം, നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. ഇനി നോ എന്നാണെങ്കിലും അത് പറയാൻ മടിക്കണ്ട, തുറന്ന് പറയാമെന്ന്. എന്നിട്ട് ഒരു കാർഡ് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് എൻ്റെ പേരും അഡ്രസ്സും ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വിളിക്കാമെന്ന്. അത്രയും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പോരുന്നു. കാണാമെന്ന് പറഞ്ഞ് ആകെ ടെൻഷനിൽ നിൽക്കുന്ന സ്റ്റാൻലി കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു. പിന്നെ നമ്മുടെ ഗോവർദ്ധനെ കാണിക്കുന്നുണ്ട്. ഗോവർദ്ധൻ ഇനി അകത്തുനിന്ന് എപ്പോൾ വരും എന്നിങ്ങനെ അറിയാതെ ഇങ്ങനെ നിൽക്കുവാണല്ലോ ബാലേന്ദ്രൻ. അന്നേരം അവിടുത്തെ അടുക്കളക്കാരനാണെന്ന് തോന്നുന്നു വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ വന്ന ആൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് മേജർ സാർ അകത്ത് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്, ആകെ ടെൻഷനിൽ നിൽക്കുന്നുണ്ട്, എന്താണ് എന്നറിയില്ല എന്ന്. ഏതായാലും അവരവിടെ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് കാറിലിരുന്ന ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ബാലേട്ട എന്താണ് സംഭവം, നമ്മൾ ഇത്രയും ദിവസം സഞ്ചരിച്ചിട്ട് യാത്ര ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചിരിയോടെ വണ്ടിയിലിരിക്കുന്ന ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് അവർ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുക കേട്ടോ. അന്നേരം ബാലേന്ദ്രൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. വൈജയന്തിയും സ്റ്റാൻലിയുമായിട്ടുള്ള പഴയ ബന്ധവും ആ ബന്ധത്തിൽ സ്റ്റാൻലി വൈജയന്തിക്ക് സമ്മാനിച്ചതാണ് അലീനെ എന്നൊക്കെ പറയുന്നു. അത് വിശ്വസിക്കാനാവാതെ ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുന്ന നമ്മുടെ ഗോവർദ്ധനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലോട്ട് വരും. തിരിച്ച് വീട്ടിലോട്ട് വന്നതിന് ശേഷം ഗോവർദ്ധൻ അലീന വരുമ്പം അലീന ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അലീനയും ഇതെന്താ ഇങ്ങനെ എന്നോർത്ത് നോക്കുന്നുണ്ട്. എന്തായാലും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.